നമ്മുടെ ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായി വന്ന് ഉണ്ണി ശിവലിംഗം എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ബൾട്ടി സിനിമ കണ്ടു കഴിഞ്ഞു. നല്ല ഒന്നാന്തരം ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ് സ്പോർട്സ് മൂവിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ടുള്ള മൂവിയാണ്. വിഷ്വൽ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇത് ഗംഭീരമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി ആണെന്ന് കൂടിയുള്ള സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കൂടി എനിക്ക് ഉണ്ട്. അത് എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് ആദ്യം പോവാം. അത് പോകുന്ന സമയത്ത് ആദ്യം പറയാണ്, ഇതിനകത്ത് വരുന്ന പ്ലോട്ട് കാര്യങ്ങളൊന്നും പുതുമുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. അപ്പൊ ആ കഥാപശ്ചാത്തലം, കഥാപാത്രങ്ങൾ പോലുള്ള സ്വാഭാവിക വ്യത്യാസങ്ങളാണ് വരുന്നത്, മേക്കിങ്ങിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത്. പ്ലോട്ടൊക്കെ നമ്മൾ ഓൾറെഡി കുറെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മുറ സിനിമയുണ്ട്, അതിനകത്ത് പോലും ഇതേ വിഷയം പറഞ്ഞു പോകുന്നുണ്ട്. സോ ആ പുതുമ നമുക്ക് ഇല്ലെങ്കിൽ കൂടിയും, വിഷയത്തിൽ പുതുമ ഇല്ലെങ്കിൽ കൂടിയും ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി നോക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവരത് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഫ്രഷ്നെസ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് സിനിമയിൽ ഒട്ടുനീളം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന കഥയും കാര്യങ്ങളും ആ ആവർത്തന സംഭവങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. കഥയിലേക്ക് വരികയാണെങ്കിൽ ഇത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായിട്ടുള്ള വേലംപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. അവിടുത്തെ ഒരു ലോക്കൽ കോളനി സെറ്റപ്പ്, അവിടെ ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാര്, അവരുടെ പ്രായത്തിന്റെ ആവേശം, ആ ആവേശത്തിൽ അവർ എടുത്തു ചാടി ചെയ്യുന്ന കുറെ അബദ്ധങ്ങള്, ഇല്ലീഗലായിട്ട് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ആ പ്രശ്നങ്ങൾ അവർ അതിജീവിക്കാൻ വേണ്ടി എടുക്കുന്ന പെടാപ്പാടുകൾ, ഇങ്ങനെ കുറെ വിഷയങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും അധികം എടുത്തു പറയേണ്ട സംഭവമായിട്ട് തോന്നിയത് നായകനായിട്ടുള്ള ഷെയ്ൻ നിഗം, പുള്ളിക്കാരന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. പുള്ളിക്കാരന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ പിടിച്ച് പുള്ളിക്കാരൻ പോയിട്ടുള്ള രീതിയൊക്കെ എടുത്തു പറയേണ്ട സംഭവമാണ്. ഉദയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കബഡി പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഈ കബഡി ആ ഒരു കോർട്ടിനകത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഒക്കെ ശരി, എതിരാളികളെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള അത്രയ്ക്ക് ശക്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ആ സ്പോർട്സിന്റെ ആ ടൈമിൽ ആ കബഡി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ പക്കായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ആ ഒരു കബഡി സംഭവമൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, മേക്കിംഗ് ഒക്കെ അപാരമാട്ടോ, എടുത്ത് പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ കബഡി പ്ലെയർ ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിക്കാരൻ പുറത്തോട്ട് വരുന്നു. അവിടെ പുള്ളിക്കാരന്റെ ഈ പറഞ്ഞ പോലെ ഫൈറ്റും കാര്യങ്ങളായിട്ട് കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ RDX മൂവിക്കകത്ത് പുള്ളിക്കാരന്റെ ഈ ആക്ഷൻ സംഭവമൊക്കെ ഓൾറെഡി കാണിച്ചെങ്കിലും അതൊന്നും ഒന്നുമേ അല്ല. ഇതിനകത്താണ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് അങ്ങ് അഴിഞ്ഞാടി വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ട്, ക്ലൈമാക്സിൽ കുറെ സംഭവങ്ങളുണ്ട്, ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഷെയ്നിക്കും ആ സംഭവമൊക്കെ, ഇമോഷണൽ സംഭവമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ പുള്ളിക്കാരൻ അങ്ങ് അഭിനയിച്ച് തകർത്ത സിനിമയാണ്. ആ ഒരു തമിഴ്നാട് സൈഡൊക്കെ പിടിച്ച് പുള്ളിക്കാരൻ നല്ല പോലെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കരിയറിൽ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പുള്ളിക്കാരൻ എഫേർട്ട് എടുത്ത് ചെയ്ത ക്യാരക്ടറും കൂടി ആയിരിക്കും ഇത്. ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പറയേണ്ട കാര്യം തന്നെ. എന്തായാലും പുള്ളിക്കാരൻ ആ ക്യാരക്ടർ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ശാന്തനു ഭാഗ്യരാജിന്റെ കാര്യം. പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ കുമാർ എന്ന് പറയുന്ന ക്യാരക്ടർ നൈസായിട്ട് ചെയ്തു. ക്ലൈമാക്സ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. മറ്റേ നമ്മുടെ ഷെയ്ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഷെയ്ന്റെ ക്യാരക്ടറിനോളം തന്നെ ഏറ്റവും അധികമായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ് ശാന്തനു ഭാഗ്യരാജിന്റെ ക്യാരക്ടർ. അതും നൈസായിട്ട് ചെയ്തു. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എടുത്ത് പറയേണ്ട 3 പേരുണ്ട്. അത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള 3 പേരാണ്. അതിൽ ഒരാളാണ് അൽഫോൻസ് പുത്രൻ, സോഡ ബാബു. നൈസായിട്ടുള്ള പെർഫോമൻസ്, പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക്, പുള്ളിക്കാരന്റെ പെർഫോമൻസ് അങ്ങനെ, പുള്ളിക്കാരന്റെ ആ ഒരു വൈബ് ഉണ്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന. സോഡ ബാബു ആണ് ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ആ നെഗറ്റീവ് റോൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും അധികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. അതുപോലെ മറ്റൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് സെൽവരാഘവനാണ്. തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്താണ്, നടനാണ്, സംവിധായകനാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഈ സിനിമയ്ക്കകത്ത് വളരെ ശക്തനായിട്ടുള്ള ഭൈരവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തം തരാത്ത ക്യാരക്ടറാണ്. പുള്ളിക്കാരന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് പോവും. കാരണം പുള്ളിക്കാരന് ഒട്ടും പിടുത്തം തരുന്ന രീതിക്കുള്ള ഒരു ഫേസ് എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. വളരെ മൈന്യൂട്ടായിട്ട് ചെയ്തു വെച്ച കുറെ സംഭവങ്ങളുണ്ട് പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ നമുക്കത് പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പുള്ളി ആ ക്യാരക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പുള്ളിക്കാരൻ ഏത് രീതിക്കാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആ ഭൈരവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ആ പിടുത്തം തരാത്ത രീതിക്കുള്ള പെർഫോമൻസ്, അതാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ 3ാമത്തെ നെഗറ്റീവ് ക്യാരക്ടറാണ് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ജീമ. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആട്ടോ, എടുത്ത് പറയേണ്ട സംഭവമാണ്. പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ ആ 3 പ്രതിനായക കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. ജീമ ലാസ്റ്റ് അങ്ങ് കയറിയിട്ട് കയ്യേറുന്ന ഒരു അവസ്ഥയല്ലേ, അതേപോലെ പുള്ളിക്കാർ ചെയ്തു. അതേപോലെ തന്നെ പ്രീതി അസ്രാനിയാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. പുള്ളിക്കാരി നൈസായിട്ട് ചെയ്തു. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ജാലക്കാരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവമാണ്.
അപ്പൊ ആ ജാലക്കാരി സംഭവമൊക്കെ കേൾക്കുന്ന സമയത്ത് സീരിയസ്ലി ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം ആ പാട്ടിനോട് വരുന്നുണ്ട്. അപ്പം പ്രീതി അസ്രാനിയോടൊക്കെ ആ ഇഷ്ടം നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുമല്ലോ, അതേപോലെയാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വരുന്ന എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ നിഗത്തിന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട്, അപ്പൊ അവരൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഗംഭീരമായിട്ട്, ടെക്നിക്കലി ഒക്കെ ഗംഭീരമായിട്ടുള്ള വർക്കാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പേരാണ് സായി അഭ്യങ്കർ, ഇതിന്റെ സംഗീത സംവിധായകനാണ്. പുള്ളിക്കാരൻ നൈസായിട്ട് ആ വർക്ക് ചെയ്തു വെച്ചു. അതായത് പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഗായകരായിട്ടുള്ള ടിപ്പു ഹരിണി ഇവരുടെ മകനാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ആദ്യത്തെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റമാണ് നൈസായിട്ട് ചെയ്തു. ഇപ്പൊ ജാലക്കാരി സോങ് പോലും പുള്ളിക്കാരന്റെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ബിജിഎം ഒക്കെ വരുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെയർ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇമോഷണൽ ബിൽഡപ്പ്, സ്പോർട്സ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഗാങ് കോൺഫ്ലിക്ട് തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം സംഭവങ്ങളെയും പുള്ളിക്കാരനെ ഈ പറഞ്ഞ പോലെ ഓരോ ലെയറും പുള്ളിക്കാരനെ ആ ബിജിഎം വെച്ചിട്ട് അതിനങ്ങ് ഗംഭീരമാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ ത്രൂ ഔട്ട് ചെയ്ത് വെച്ച വർക്ക് നൈസാണ്. അതുപോലെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അലക്സ് ജെ പുളിക്കലാണ്. പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ നൈസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ മൂവ്മെന്റ്സ് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരനിപ്പം ഈ പറഞ്ഞ കോളനി സെറ്റപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും ഏതാണെങ്കിലും ശരി വളരെ എനർജറ്റിക് ആയിട്ടുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ഈ സംഭവമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വൺ ഷോട്ടൊക്കെ വരുന്ന, സിംഗിൾ ഷോട്ടിലൊക്കെ വരുന്ന ആക്ഷൻ സംഭവമൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ നൈസായിട്ട് ചെയ്തു. പിന്നെ ശിവകുമാർ വി പണിക്കറാണ് ഇതിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനനുസരിച്ചുള്ള അതിന്റെ റിതൊക്കെ അനുസരിച്ചുള്ള അതിനൊക്കെ മാച്ച് ആവുന്ന രീതിക്കുള്ള കട്ട്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ടെക്നിക്കലി ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുള്ള വർക്കാണ്, വിഷ്വലി ഗംഭീരമായിട്ടുള്ള വർക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ ആയിട്ട് പോലും എടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്, സ്പോർട്സ് മൂവിയാണ്. ഇതിനകത്തുള്ള കബഡി സംഭവങ്ങളൊക്കെ ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോയി കാണുക. ഷെയ്ൻ നിഗത്തിന്റെ ഗംഭീരമായിട്ടുള്ള, ശാന്തനു ഭാഗ്യരാജിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ പറ്റൂ.